നമ്മുടെ ജീവിതത്തിന്റെ നീളം കൂട്ടാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷെ ആഴം കൂട്ടാം. ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ യൗവനങ്ങളെ വെല്ലുവിളിക്കുന്നു. സിനിമാറ്റിക് ഡാൻസിന്റെ DJ വെളിച്ചത്തിൽ തുള്ളിച്ചാടുന്ന ഈയാമ്പാറ്റകൾ പോലെ നമ്മൾ നമ്മുടെ യൗവനങ്ങളെ തുച്ഛീകരിക്കുമ്പോഴാണ് നാം ആരുടെ ഓർമ്മയെ ആഘോഷിക്കുന്നു? ആ ചെറുപ്പക്കാരൻ നിന്റെ യൗവനം നീ തുച്ഛീകരിക്കരുത് എന്ന് നമ്മുടെ യൗവനങ്ങളോട്, നമ്മുടെ വാർദ്ധക്യങ്ങളോട് നിരന്തരമായി കലഹിക്കുന്നത് എന്ന ഓർമ്മ വേണം. അജ്ഞാതനായ യേശു തമ്പുരാന്റെ അജ്ഞാത ജീവിത നാളുകൾ എന്ന പേരിൽ ഒരു നോവലുണ്ട്. ആ നോവലില് മനുഷ്യജീവിതത്തിന്റെ പൊതുപ്രയാണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന മനോഹരമായ ഒരു സദൃശ്യമുണ്ട്. അതിങ്ങനെയാണ്: വേദനയുടെയും യാതനയുടെയും മൃത്യുവിന്റെയും കരയിൽ നിന്ന് ശാന്തിയുടെയും പ്രത്യാശയുടെയും മനശ്വരതയുടെയും മറുകരയിലേക്കുള്ള ഒരു യാത്ര. അതാണ് നമ്മുടെ ജീവിതം. ഒരേ വഞ്ചിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, ഒരേ പുഴയിലാണ് നമ്മൾ പ്രയാണം ചെയ്യുന്നത്. കാലം നമുക്കെല്ലാവർക്കും ഒരുപോലെയുള്ള പുഴയാണ്. ഒരേ വായുവാണ് നാം ശ്വസിക്കുന്നത്, ഒരേ വെളിച്ചമാണ് നാം അനുഭവിക്കുന്നത്, ഒരേ